തിരുവനന്തപുരം വർക്കലയിൽ യുവതിയെ ഭർതൃവീട്ടിൽ തൂങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തിയതിൽ പോലീസിനെതിരെ ഗുരുതര ആരോപണം. ഭർതൃവീട്ടിലെ ക്രൂരതകളെക്കുറിച്ച് പരാതി നൽകിയിട്ടും പോലീസ് അവഗണിച്ചുവെന്ന് മരിച്ച രേഷ്മയുടെ കുടുംബം. ഭർത്താവിന്റെ ഭീഷണി സന്ദേശവും മർദ്ദന ദൃശ്യങ്ങളും പോലീസ് പരിഗണിക്കുന്നില്ല എന്നും ആരോപണം. രേഷ്മയുടെ ഭർത്താവ് രാജേന്ദ്രന്റെ ശബ്ദ സന്ദേശം പുറത്ത്. നിന്നാണ് കള്ളം പറയല്ല, വല്ലവന്റെ കണ്ടിട്ട് എന്നെ ഇവിടെ ഇട്ട് പ്രാന്തടിപ്പിച്ചുകൊണ്ടിരുന്ന നിന്നെ ഞാൻ ഇവിടെ വരുമ്പോ കൊല്ലും. ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലേ നിന്റെ കള്ളുകൂടി സംശയവും അത് എന്ന് തീരുന്നോ അന്ന് എനിക്ക് മനസ്സമാധാനവും സന്തോഷവും കിട്ടും. ഇക്കഴിഞ്ഞ ഫെബ്രുവരി മാസം 26-നാണ് രേഷ്മയെ വർക്കലയിലെ ഭർത്താവിന്റെ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. രേഷ്മയുടെ മരണവുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൽ നിന്ന് പോലീസ് ഒഴിഞ്ഞുമാറുന്നുവെന്നാണ് കുടുംബത്തിന്റെ ആരോപണം. മർദ്ദന ദൃശ്യങ്ങൾ അടങ്ങിയ ഫോൺ പോലും പരിശോധിച്ചില്ലെന്നും രേഷ്മ ആത്മഹത്യ ചെയ്തുവെന്ന FIR കളവാണെന്നും കുടുംബം പറഞ്ഞു. എന്റെ മൊഴിയെടുത്ത സാറ് ജയരാജൻ എന്ന് പറയുന്ന ഈ സാറോട് പറഞ്ഞു, കരഞ്ഞും പിഴിഞ്ഞ് നിൽക്കുന്നവരെ കൊണ്ടൊന്നും മൊഴിയെടുക്കാൻ പറ്റത്തില്ല. എന്നിട്ടും കുറേ നേരം ഞാൻ അവിടെ ഇരുന്ന് പരമാവധി ഞാൻ പിടിച്ചു നിന്നു കരയാതിരിക്കാൻ. എന്നിട്ട് കുറേ നേരം കഴിഞ്ഞിട്ടാണ് ഞങ്ങളെ വിളിച്ചത്. അതിനിടയ്ക്ക് വെച്ച് വേറൊരു സാറ് വന്ന് വെച്ചാൽ സാറേ മൊഴി ഞാൻ എടുക്കണമെന്ന് വെച്ചാൽ പറഞ്ഞു, നീ എടുക്കണ്ട, ഞാൻ എടുത്തോളാം, ഇയാൾ വേറെ ഡ്യൂട്ടിയിൽ പൊക്കോളാൻ പറഞ്ഞു. അങ്ങനെയാണ് ഈ സാറ് മൊഴിയെടുത്തത്. അതേസമയം അച്ഛൻ അമ്മയെ നിരന്തരം മർദ്ദിക്കാറുണ്ടെന്ന് രേഷ്മ രാജേന്ദ്രൻ ദമ്പതികളുടെ മകളും പറയുന്നു. കള്ളം കുടിച്ചിട്ട് വരുമ്പോ അടിക്കും അമ്മേനെ. അന്ന് വീട്ടിൽ വെച്ച് വന്നപ്പം വീട്ടിൽ ഞാനും ഉണ്ടായിരുന്നു. വീട്ടില് അച്ഛൻ പറഞ്ഞ് അമ്മയും കൂടെ ഉണ്ടായിരുന്നു. അച്ഛൻ പറഞ്ഞെന്താന്ന് അവളെ വയറ്റില് പിച്ചാത്തി കുത്തി കയറ്റോന്നൊക്കെ പറഞ്ഞായിരുന്നു. അങ്ങനെ അന്ന് ഉത്സവമായിരുന്നു. അവിടെ വെച്ച് ആ സൈഡിൽ വെച്ച് അമ്പലത്തിൻ്റെ ആ സൈഡിൽ വെച്ച് അമ്മേനെ കുറെ അടിച്ചായിരുന്നു അച്ഛൻ. മരണത്തിൽ സംശയമുണ്ടെന്ന് കുടുംബം പോലീസിനെ അറിയിച്ചിരുന്നതാണെന്നും എന്നാൽ FIR വന്നപ്പോൾ ആ മൊഴി അതിലില്ലെന്നുമാണ് കുടുംബത്തിന്റെ ആരോപണം. എന്നാൽ കേസിൽ രേഷ്മയുടെ മരണവുമായി ബന്ധപ്പെട്ടുള്ള പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് തങ്ങൾക്ക് കിട്ടിയില്ല എന്നാണ് പോലീസ് പറഞ്ഞത്. പലതവണ രാജേന്ദ്രനെ കുറിച്ചുള്ള പീഡനങ്ങൾ പോലീസിനെ അറിയിച്ചിരുന്നെങ്കിലും യാതൊരു തരത്തിലുമുള്ള നടപടിയും പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല എന്നും കുടുംബം ആരോപിക്കുന്നു. ജനം, തിരുവനന്തപുരം.